50 നോമ്പിലെ 5-ാം ശനിയാഴ്ച എന്നത് വലിയ നോമ്പിൻ്റെ പരിസമാപ്തിയിലേക്കും കർത്താവിൻ്റെ പീഡാനുഭവവാരത്തിലേക്കും നമ്മെ അടുപ്പിക്കുന്ന സവിശേഷമായ ദിനങ്ങളുടെ ആരംഭമാണ്. 5-ാം ശനിയാഴ്ച എത്തുമ്പോൾ നാം നോമ്പിൻ്റെ 33 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇത് കേവലം ഒരു കലണ്ടർ തീയതിയല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പം കാൽവരിയിലേക്കുള്ള യാത്രയിലെ ഒരു നിർണായക ഘട്ടമാണ്. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ ഈ ദിവസം ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തെ അനുസ്മരിപ്പിക്കുന്നു. മരണം അവസാന വാക്കല്ലെന്നും ക്രിസ്തുവിൽ പുതിയ ജീവൻ ഉണ്ടെന്നുമുള്ള വലിയ പ്രത്യാശയാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്. ഓശാന ഞായറാഴ്ചയിലെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയായി. രാജാവായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന കർത്താവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളിലെ വഴികൾ നമുക്ക് നിറപ്പാക്കേണ്ട സമയം കൂടിയാണിത്. നോമ്പുകാലത്ത് നാം ശീലിച്ച പ്രാർത്ഥനയും ഉപവാസവും വെറും ഒരു ചടങ്ങായി മാറാതെ അത് നമ്മുടെ സ്വഭാവത്തിൽ വിനയവും മറ്റുള്ളവരുടെ സ്നേഹവുമായി പരിണമിച്ചിട്ടുണ്ടോ എന്ന് നാം ശനിയാഴ്ച ആത്മപരിശോധന നടത്തണം. വലിയ തിരക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ശാന്തമായ ദിനമാണ് ഈ ശനിയാഴ്ച. കർത്താവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ മാനസികമായി തയ്യാറെടുക്കാൻ ഈ നിശബ്ദത നമ്മെ സഹായിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്തിൻ്റെ 5-ാം ശനിയാഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മീയ മരവിപ്പിനെ മാറ്റി ഞങ്ങൾക്ക് പുതുജീവൻ നൽകണമേ. വരാനിരിക്കുന്ന വിശുദ്ധ വാരത്തിൽ അങ്ങയുടെ പീഡാനുഭവങ്ങളെ ഭക്തിയോടെ ധ്യാനിക്കാനും അങ്ങയോടൊപ്പം ഉദ്ധാനം ചെയ്യാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.